ഒരു രാജ്യത്തിൻ്റെ ഭാവി വാഗ്ദാനങ്ങളാണ് അവിടെയുള്ള യുവജനത എന്നുള്ളത്. യുവാക്കളും യുവതികളും എന്നുള്ളത് ആ രാജ്യത്തിൻ്റെ നെടും തൂണുകളാണ്. അവരുടെ ഭാവി ആശങ്കയിലാകുക, അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ, അവരുടെ പ്രയാസങ്ങൾ ചെവി കൊടുക്കാത്ത ഒരു ഗവൺമെൻറ് ഉണ്ടാകുക എന്നുള്ളത് ആ രാജ്യത്തിൻ്റെ തോൽവിയെയാണ് സൂചിപ്പിക്കുന്നത്. നീറ്റ് എക്സാമിൻ്റെ പരീക്ഷാ പേപ്പർ ചോർത്തിക്കൊണ്ട് ലാഭമുണ്ടാക്കിയ ആളുകൾ ചിന്തിക്കേണ്ടത്, ആ കുട്ടികൾ സമയം ക്രമപ്പെടുത്തിയിട്ടാണ് ആ നീറ്റ് എക്സാമിന് പഠിക്കുന്നത് കേട്ടോ. അവർ ഉറങ്ങുന്നതിന്, ഭക്ഷണം കഴിക്കുന്നതിനൊക്കെ സമയം ക്രമപ്പെടുത്തിയിട്ട് നീറ്റ് എക്സാമിന് വേണ്ടി പ്രിപ്പറേഷൻ ചെയ്യുന്നത്. അതിന് യാതൊരു വാല്യൂവും നൽകാത്ത ആളുകൾ അവരെക്കെതിരെ സമരം നടത്തുമ്പോൾ അവരെ അടിച്ചോടിക്കുന്ന ഭരണഘടന, ഇതൊക്കെ നമ്മൾ ഏറെ ചിന്തിക്കേണ്ട കാര്യമാണ്. എങ്കിലും ചില ആളുകൾ അവരോട് പുച്ഛത്തോടെ മറുപടി പറയുന്നുണ്ട് കേട്ടോ. അത് കമൻറ്റിലൂടെയാണെങ്കിലും വളരെ മോശപ്പെട്ട രീതിയിൽ ആ കുട്ടികൾക്കെതിരെ തിരിയുമ്പോൾ ഒരേ ഒരു കാര്യം ചിന്തിക്കുക, നമ്മുടെ മക്കൾക്ക് നമ്മൾ ഭാവിയിൽ അവർക്ക് നൽകുന്ന സമ്പത്തിനേക്കാൾ ഏറ്റവും വാല്യൂ ഉള്ളത് അവരുടെ വിദ്യാഭ്യാസത്തിനാണ്. കാരണം ഏതൊരു രാഷ്ട്രത്തിൻ്റെയും ഏറ്റവും നല്ല ഒരു ഉദാഹരണം എന്നുള്ളത് ആ രാഷ്ട്രത്തിലെ വിദ്യാഭ്യാസമുള്ള മക്കളെ വാർത്തെടുക്കുന്നതിലാണ്. അത് ഞാൻ വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരു മണ്ടിയാണെങ്കിൽ എല്ലാവരും അങ്ങനെ ആവണം എന്ന് കരുതുന്നിടത്താണ് എൻ്റെ ചിന്തയിൽ തെറ്റുപറ്റുന്നത്. നീറ്റ് എക്സാമിൽ ഒരുപാട് പേര് വളരെയധികം സങ്കടത്തോടു കൂടി അവരുടെ എക്സാമിന് അത്രമാത്രം കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് ഒരു വാല്യൂ നൽകിയില്ല എന്നുള്ള മനം നൊന്തുകൊണ്ട് 20 കുട്ടികൾ ആത്മഹത്യ ചെയ്തിട്ട് ഇനിയും അങ്ങനെ ആവരുത് എന്ന് കരുതുന്നതിന് മക്കള് ഭരണഘടനയ്ക്ക് എതിരെ, അല്ലെങ്കിൽ ഈ ഒരു ഭരണഘടന ശരിയല്ല എന്ന് അവർ പറയുന്നിടത്ത് എന്താണ് തെറ്റുള്ളത്? എന്തിനാണ് അവരെ പുച്ഛിക്കുന്നത്? അവരെ പുച്ഛിക്കുന്നവരോട് മാത്രമേ നമുക്ക് പുച്ഛമുള്ളൂ. എൻ്റെ മക്കളോട് ഞാൻ പറഞ്ഞു, ഡൽഹിയിലേക്ക് സമരത്തിന് നിങ്ങൾക്ക് പോകണമെങ്കിൽ പൂർണ്ണ പിന്തുണ ഞാൻ നൽകും. കാരണം അവിടെയുള്ളതും എൻ്റെ മക്കൾ തന്നെയാണ്. അവരുടെ ഭാവി ആശങ്കയിലായിരിക്കെ നമ്മൾ ഓരോ മാതാപിതാക്കളും അവരുടെ കൂടെ ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ് നമ്മുടെ കടമ എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നു.